ഹായ് ഫ്രണ്ട്സ്, പുറത്ത് എന്താ ചൂടല്ലേ. ഈ ചൂട് സമയത്ത് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. സെറ്റാഫിലിന്റെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. നമ്മളിപ്പോഴും മോയ്സ്ചറൈസർ കുറച്ച് മാത്രമാണ് സ്കിന്നിലേക്ക് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു പമ്പ് എടുത്തതിന് ശേഷം ഫേസ് മുഴുവൻ ഇതുപോലെ ഡോട്ട്സ് അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ പതുക്കെ വേണം നമ്മൾ അത് സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്യിപ്പിക്കാനായിട്ട്. നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും നമ്മൾ ഭയങ്കര ജെന്റിൽ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഒരിക്കലും ഭയങ്കര ഹാർഷായിട്ട് തീരുമാനമൊന്നും പാടില്ല. നമ്മുടെ ഫേസിൽ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നോ അതെല്ലാം തന്നെ കഴുത്തിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സൺസ്ക്രീൻ. ഞാൻ അക്വാലോജിക്കയുടെ ആണ് കേട്ടോ സൺസ്ക്രീൻ എടുത്തിരിക്കുന്നത്. 2 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇതുപോലെ 2 ഫിംഗേഴ്സ് നിറച്ച് സൺസ്ക്രീൻ എടുത്തതിന് ശേഷം ഫേസിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സമ്മർ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ ഈ സമ്മറിൽ ബ്രൈഡ്സ് ആകാൻ പോകുന്നവരും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സൺസ്ക്രീൻ ഭയങ്കര നല്ല സൺസ്ക്രീൻ ആണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു സൺസ്ക്രീനാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ഫേസിൽ ഇട്ടാലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അത് ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇയേഴ്സ്. അത് നമ്മളുടെ ഫേസിലേക്ക് കാണുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ മാത്രമെങ്കിലും നമ്മളുടെ ചെവിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ.